ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വെള്ളപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ ഇത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ചീഞ്ചട്ടിയാട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10-30 വർഷത്തോളമായിട്ടുണ്ടോ. എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന ചീഞ്ചട്ടിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാനത് എടുക്കുന്നത് കൊണ്ടുപോകാണ്. അപ്പം ഞാനത് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്, വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ നോൺ സ്റ്റിക്കിനേക്കാട്ടി എനിക്കൊന്നുകൂടി ടേസ്റ്റി ആയി തോന്നിയത് വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊന്തിയിരുന്നു. അപ്പോൾ നമ്മളിതാ വിറകടുപ്പുമ്മിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് സിമ്പിളാണ്. എന്താ പറയുക, തലേന്ന് രാത്രി നിങ്ങൾ ആ ചീഞ്ചട്ടിയിലൊന്ന് എണ്ണയൊന്ന് പിടിപ്പിച്ചാൽ മതി. കാരണം എന്നാലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ എളുപ്പം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. നല്ല മൊരിഞ്ഞ നല്ല സ്വാദുള്ള വെള്ളപ്പം ഞങ്ങളുടെ ഇവിടെ വെള്ളപ്പം എന്നാണ് പറയാം. ചില നാട്ടിൽ വേറെന്തോ എന്തൊക്കെയോ പേരാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ വെള്ളപ്പം എന്നാണ് പറയാം. അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ 1-2 ജോലികൾ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ലഞ്ചിലേക്ക് രസം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ആകുമ്പോൾ എനിക്കത് കരിയാതെ നോക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ വെളുത്തുള്ളി നന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുയിസ്. അപ്പോൾ വെളുത്തുള്ളി നന്നാക്കുമ്പോൾ അത് അവിടെ നിന്ന് തന്നെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി കഴിയുമല്ലോ. അപ്പോൾ അത് നോക്കുന്നുണ്ട്, നമ്മുടെ വെള്ളയപ്പം നോക്കുന്നുണ്ട്. പാലപ്പം എന്ന് പറയും അല്ലേ, പാലപ്പം എന്ന് പറയും. കള്ളൊക്കെ ഇട്ടിട്ട് ഉള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ കള്ളൊന്നും ഇട്ടിട്ടില്ല കേട്ടതിലേക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അടിപൊളി വെള്ളപ്പം കാണണ്ടേ നമുക്ക്. നോക്കൂ കേസ്, നല്ല സൂപ്പർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ടോ. ഈ വെള്ളപ്പം കണ്ടോ, നല്ല വലുപ്പമുണ്ടായിരിക്കും. അത് നോൺ സ്റ്റിക്കിൻ്റെ നല്ല വലുപ്പമുണ്ടായിരിക്കും. നല്ല വലുപ്പമുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എന്താ പറയുക, ഇരുമ്പ് ചീഞ്ചട്ടിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെതാവുമ്പോൾ അത് ഒന്നും കൂടി കുറച്ചൊരു വലുപ്പം കുറയല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എന്താണ് അവിടെ മഴയുണ്ട്? ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി മഴയുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് സത്യം പറഞ്ഞാൽ നല്ല മടിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എത്ര മടി ഉണ്ടാകുമ്പോൾ പിള്ളേർക്ക് എത്ര മടി ഉണ്ടാവും അല്ലേ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അവരൊന്നും എഴുന്നേറ്റിട്ടില്ല. ഇനി അവരെയൊക്കെ പോയി വിളിക്കണം, എന്നിട്ട് അവരെയൊക്കെ എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് ബസ് ഇപ്പോൾ എത്തും, സ്കൂൾ ബസ് ഇപ്പോൾ എത്തും തന്നെ. അപ്പോൾ ഒക്കെ പെട്ടെന്ന് തീർക്കണം. വെള്ളപ്പത്തിലേക്ക് ഞാൻ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് പറയാൻ വിട്ടുപോയി. കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കാന്. കാരണം കടല ഞാൻ നല്ല വെള്ളത്തിലിടാൻ മറന്നുപോയിരുന്നു. അപ്പോൾ കടലക്കറി കുക്കറിൽ വെച്ചിട്ട് ഒരു 8-10 വിസലായിട്ടുണ്ടായിരുന്നു വരുന്നത്. അപ്പോൾ അത് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.